രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ധ്രുവ് 3 പേരെയും കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ സീക്രട്ട് റൂമിലേക്കാണ്. ഡേവിഡ് തന്നാൽ കഴിയും വിധം കയ്യിലെ കെട്ടഴിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അഴിക്കുന്തോറും മുറുകുന്നതല്ലാതെ അഴിയുന്നില്ല എന്നവന് തോന്നി. 3 പേരെയും വലിയൊരു പഴയ കൊട്ടാരം പോലുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. ഒന്നലറി വിളിച്ചാൽ പോലും കേൾക്കാൻ ആരുമില്ല. ചുറ്റും ചീവീടിൻ്റെയും മറ്റു മൃഗങ്ങളുടെയും വളർച്ച. എല്ലാം കൊണ്ടും ആരുഷിയും ആരോഹിയും ഭയത്തോടെ മുന്നിലേക്ക് നോക്കി നടന്നു. ഉള്ളിലേക്ക് കയറിയതും അസഹനീയമായ രൂക്ഷഗന്ധം അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അത് ശ്വസിച്ചതും ആരോഹി ഛർദ്ദിച്ചു പോയി. ഡേവിഡിന്റെ നെഞ്ചിലേക്കാണ് വീണത്. ഡേവിഡ് അറപ്പോടെ അവളെ നോക്കി. സോറി ഡേവിഡ്, ഞാൻ അറിയാതെ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വീണ്ടും അവൾ ഛർദ്ദിച്ചു. ചീഞ്ഞ അളിഞ്ഞ മാംസത്തിന്റെയും ചോരയുടെയും മണം ഒട്ടും സഹിക്കവയ്യാതെ ഡേവിഡും ആരുഷ്യം ഛർദ്ദിച്ചു പോയി. ഇങ്ങനെ ഛർദ്ദിച്ചാലോ? ഇനി എന്തൊക്കെ കാണാനും അനുഭവിക്കാനും കിടക്കുന്നു. ധ്രുവ് ക്രൂരമായി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും 3 പേരും ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. ഒരു വലിയ ജയില് പോലുള്ള സ്ഥലത്തെത്തിയതും ധ്രുവ് വിരൽ കൊണ്ട് ലോക്ക് മാറ്റി 3 പേരെയും അകത്തേക്ക് തള്ളി. ആ സമയത്ത് തന്നെ ധ്രുവിന്റെ ഫോണും ബെല്ലടിച്ചു. ദേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മരണം സ്വയം ഏറ്റുവാങ്ങാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യുക? എനിക്ക് വീണ്ടും പണിയായി. ധ്രുവ് ഫോൺ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഫോൺ എടുത്തുകൊണ്ട് ദേവിയെ കാണിച്ചു. മൗന. ഡിസ്പ്ലേയിൽ പേര് കാണിച്ചതും ഡേവിഡ് അവനെ ഒന്ന് നോക്കി. എന്തായാലും അവളിഞ്ഞൊരു പ്രതികാരം വീട്ടാൻ വന്നതല്ലേ, അത് നടക്കട്ടെ. ഹലോ. ഫോൺ എടുത്ത പാടെ ധ്രുവ് പറഞ്ഞു. ധ്രുവ്, ഇത് ഞാനാ, മൗന. ഐഷനെ കൊണ്ടുപോയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആണോ? എവിടെയാ എന്റെ ഈശ? ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം, നീ വേഗം വാ. ഓക്കെ ഡിയർ, ഞാൻ വരാം. ധ്രുവ് അഭിനയിച്ചുകൊണ്ട് പറഞ്ഞത് ഡേവിഡിന്റെ മുഖത്തേക്ക് നോക്കി. ഐശ്വര്യയെ കൊണ്ടുപോയത് ആരാണെന്ന് എനിക്കും നിനക്കും പിന്നെ നിന്റെ വലങ്കയായ റിച്ചാർഡിനും അറിയാം. പാവം, ചത്തുപോയി. റിച്ചാർഡ് ഒരു ഞെട്ടലോടെ ധ്രുവിനെ നോക്കി. ആരുഷിയും ആരോഹിയും ഡേവിഡിനെയും നോക്കി. എന്റെ ഈശ അവിടെ സേഫ് ആണെന്നും എനിക്കറിയാം. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമാക്കിട്ടെ അവളെ പോയി കൊണ്ടുവരാം. ഒരു കാര്യം, 3 പേരും കൂടി ഇതിൽ കൂടി അടിപിടി കൂടരുത്. ധാരാളം സ്ഥലമുണ്ട്, 2 പേരും കൂടി വരാനുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിൽക്കാൻ. സ്ഥലമില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. എല്ലാരും വന്നിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. മൗന പറഞ്ഞത് പ്രകാരം ധ്രുവ് സ്ഥലത്തെത്തി. മൗന. ധ്രുവ് വിളിച്ചതിനെ തുടർന്ന് മൗന വേഗം പുറത്തേക്ക് വന്നു. ഒരു പഴയ കെട്ടിടമാണ് ഇടിഞ്ഞു പൊളിയാറായത്. ചുറ്റും ആൾ താമസം പോലും ഇല്ല. എവിടെ? അകത്തുണ്ട്, വാ. ഒന്ന് മൂളിക്കൊണ്ടവൻ അവളെ പിന്തുടർന്ന് നടന്നു. ഒരു ഇരുട്ടുമുറിയിൽ വന്നത് അവൾ അകത്തേക്ക് കൈ കാണിച്ചു. അവൾ പിറകിലേക്ക് നീങ്ങിയതും അവനകത്തേക്ക് കയറി ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്നാണ് തലയിൽ ആരോ അടിച്ചത്. തലയിൽ കൈവച്ച് ധ്രുവ് തിരിഞ്ഞതും മൗന ഒരു ഇരുമ്പ് തണ്ടും പിടിച്ചു നിൽക്കുന്നതാണ്. ധ്രുവ് ഒരലർച്ചയോടെ അവളെ പിടിക്കാൻ നിന്നത് മൗന അവനെ അടുത്തുള്ള ഒരു കസേരയിലേക്ക് തള്ളിയിട്ടു. ഒന്നുലഞ്ഞു പോയെങ്കിലും ധ്രുവ് എഴുന്നേൽക്കാൻ ശ്രമം നടത്തി. മൗന ഒന്നും കൂടി ധ്രുവിന്റെ തലയിലടിച്ചതും ബോധം മറഞ്ഞു വീണു. അപ്പോഴേക്കും അവൾ കയറുകൊണ്ട് അവനെ ബന്ധിച്ചു. ഇതേ സമയം അലോക് ദക്ഷിനെ ഒരു പരിധിയിൽ സംയമനം പാലിപ്പിച്ച് അടക്കി നിർത്തിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നതും 2 പേർ മുറിയിലേക്ക് നടന്നു. തന്റെ മുന്നിലിരിക്കുന്ന ലേഡി ഡോക്ടറെ കാണാൻ ദക്ഷിന്റെ കണ്ണുകൾ മുറുക്കി. സർ, മേഡത്തിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, 2 പേരെയും നോക്കി പറഞ്ഞു. പിന്നെ മേഡത്തിന് ഞാൻ പറയാൻ പോകുന്ന കാര്യം സാർ ഒന്ന് സംയമനം പാലിച്ച് കേൾക്കണം, പ്ലീസ്. അലോകിന് ഡോക്ടറിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എന്തോ ഹരിതാത്ത കേൾക്കാൻ പോവുകയാണെന്ന്. ദക്ഷിണെ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. മേഡത്തിന് ഇനി ഒരിക്കലും ഒരു അമ്മയാകാൻ സാധിക്കില്ല. ഒരിടുത്തി പോലെയാണ് 2 പേരും കേട്ടത്.
അവന്റെ അലർച്ചയിൽ ആ ഹോസ്പിറ്റൽ പോലും ഭയന്ന് വിറച്ചു. സർ പ്ലീസ്. ദശ ഭ്രാന്തനെ പോലെ അലറി വിളിച്ചതും ഡോക്ടർ സംഗീത പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. സർ. അലോക് വേഗം തന്നെ ദശനെ തന്റെ കൈകൾ കൊണ്ട് പിടിച്ചു വെച്ചു. കണ്ണ മോനെ ഒന്നടങ്ങ്. അബ്ബ. ദശ ഒന്നടങ്ങിയത് ഡോക്ടർ പറഞ്ഞു തുടങ്ങി. പൂർണ്ണമായ അമ്മയാകാൻ കഴിയില്ലെന്ന് പറയാൻ സാധിക്കില്ല. കുട്ടിയുടെ അടിവയറ്റിൽ ശക്തമായ ക്ഷതമേറ്റിട്ടുണ്ട്. അതിനാൽ തന്നെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പുറമേയുള്ള സ്കാനിങ്ങിൽ ഗർഭപാത്രത്തിന് ചതവുണ്ട്. അത് മരുന്നുകൊണ്ട് മാറുമോന്നും നോക്കാം. പിന്നെ ദൈവം അവിടുന്ന് അനുഗ്രഹം കിട്ടിയ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിച്ച ഒരു പക്ഷേ അമ്മയാവാൻ സാധിക്കും. പിന്നെ ഇത് മാഡം അറിഞ്ഞിട്ടുണ്ട്. സാറ് വേണം ആ കുട്ടിക്ക് ധൈര്യം പകരാൻ. ഒരിക്കലും ഈ കാര്യം അറിയരുത്. ഒരു പ്രതീക്ഷയുണ്ട് ആ കുട്ടിയുടെ മുഖത്ത്. അത് നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ മറച്ചു വെച്ചത്. പിന്നെ രണ്ടുപേരും ഒന്നിനെ കാണാൻ വരണം. രണ്ടുപേരുടെ സമയം നോക്കിയിട്ട് വന്നാൽ മതി. ബാക്കി അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ധ്രുവപതി കണ്ണുകൾ ചിമ്മി തുറന്നു. പെട്ടെന്ന് കണ്ണിൽ വെളിച്ചമടിച്ചത് മുഖമൊന്ന് ചുളിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് നോക്കി. തന്റെ മുന്നിൽ ഒരു കസേരയിൽ ഇരുമ്പ് തന്നെ പിടിച്ചിരിക്കുന്ന മൗനയെ കണ്ടതും അവന്റെ മുഖം സംശയത്താൽ ചുളിഞ്ഞതും അവൾ സംസാരിച്ചു തുടങ്ങി. എന്താണ് ധ്രുവലോകൃത് ദ മോൺസ്റ്റർ? എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഹലറാതെ ഞാൻ ആരാണെന്ന് അറിയാതെ എനിക്ക്. അതിനവനൊന്ന് ചിരിച്ചു. ഞാൻ പറയുമ്പോൾ തന്റെ മുഖത്തെ ഈ ചിരി അതുപോലെ തന്നെ ഉണ്ടാവണം. ധ്രുവിന്റെ മുഖത്തെ ചിരി കണ്ട് മൗന ദേഷ്യത്തോടെ ആക്രോശിച്ചു. മിസ്സസ് സന്ദീപ് കുമാർ. അവന്റെ വായിൽ നിന്നും ആ പേര് കേട്ടത് അവളൊന്ന് ഞെട്ടി. അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. നീ എന്റെ വീട്ടിൽ എന്ന് കാലുകുത്തിയോ അപ്പൊ മുതൽ ദേ ഈ നിമിഷം വരെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നത് ഈ നിമിഷം അതുവരെയുള്ളതെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം. അവനൊന്നും കൂടി ഓരോ വാക്കുകളും ഊന്നിപ്പറഞ്ഞു. അവൾ അവന്റെ വാക്കുകളിൽ ഒന്നും ഞെട്ടാതിരുന്നില്ല. തന്റെ മുഖത്തെ പതർച്ച അപ്പാടെ മാറ്റിക്കൊണ്ട് അവൾ മുരണ്ടു. ഓ അപ്പൊ എല്ലാം അറിയാം. അതെടോ, തന്റെ കമ്പനിയിൽ സന്ദീപ് എന്ന മാനേജറുടെ വൈഫാണ് ഞാൻ. അവനൊരു മാനസിക പരിഗണന പോലും ഇല്ലാതെയല്ലോടോ താൻ കൊന്നു നൽകിയത്. അവൻ പറഞ്ഞതല്ലേ, തെറ്റുകൾ ഏറ്റു പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിച്ചു വിടാമായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ അവനെ വേദന അറിഞ്ഞു തന്നെയല്ലേ കൊന്നത്? ദശന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു സന്ദീപ് കുമാർ. സന്ദീപ് ശരിക്കും ഒരു സ്പൈ ആയിരുന്നു MD ഗ്രൂപ്പിന്റെ, അതായത് ദശന്റെ ശത്രുവിന്റെ. അവനൊരു ഇമ്പോർട്ടന്റ് ഫയൽ ദശന്റെ ക്യാബിനിൽ നിന്നും മോഷ്ടിച്ചു MD ഗ്രൂപ്പിന് നൽകി. അത് കണ്ടുപിടിച്ച് ശിക്ഷിച്ചത് ധ്രുവാണ്. അതിന്റെ പ്രതികാരമാണ് മൗന ചെയ്യുന്നത്. സന്ദീപിന്റെ ഭാര്യയാണ് മൗന. വീട്ടുകാരോട് പോലും പറയാത്തൊരു ബന്ധം. അവൻ ശിക്ഷ അർഹിക്കുന്നു. ഞങ്ങളുടെ കമ്പനിയെ ചതിച്ചിട്ടാണ് അവനത് MD ഗ്രൂപ്പിന് നൽകിയത്. അപ്പൊ അവന് മരണം തന്നെയല്ലേ ശിക്ഷ നൽകേണ്ടത്? ഓ അപ്പൊ നീയും ഇവിടെ മരിക്കാൻ പോവുകയാണ് ധ്രുവ്. പാവം, സ്വന്തം ഭാര്യയെ പോലും കാണാൻ സാധിക്കാതെ നീ മരിക്കാൻ പോകുന്നു. ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലറിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് കത്തി കാണിച്ചു. നിന്നെ ഇവിടെ മുറിക്കണോ അതോ ഇവിടെ മുറിക്കണോ? തൊണ്ടയിലും നെഞ്ചിലും കത്തി കുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. നിന്റെ ഇഷ്ടം. ഓ അപ്പൊ ഞാൻ തന്നെ ചൂസ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയതും അച്ചുവിനും കിച്ചുവിനും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടതും ഡോക്ടർ റൂമിലേക്ക് ഇന്നലെ രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്തിരുന്നു. രണ്ടുപേർക്കും 2 മുറിയാണ് എടുത്തത്. ദശ് അച്ചുവിനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് കയറി മരുന്നുകളുടെ ഡോസേജിൽ കിടന്നുറങ്ങുന്നു തന്റെ പ്രാണനെ കാണി ദശിനെ എല്ലാവരെയും ഹിഞ്ചിഞ്ചായി കൊല്ലാൻ തോന്നി. കൈകൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു. അച്ചുവിന്റെ മൂളൽ കേട്ടാണ് ദശ് ഉണർന്നത്. അച്ചുവിനെ നോക്കി എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയിരുന്നു. കണ്ണുകൾ ചിങ്ങി പതിയെ അവൾ തുറന്നതും ഹോസ്പിറ്റൽ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഓർമ്മയിൽ ഡോക്ടർ പറഞ്ഞത് കടന്നു വന്നതും കണ്ണുകൾ ധാരധാരയായി ഒഴുകി. ഒരു വലിയ പൊട്ടിക്കരച്ചിലൂടെ
അച്ചു കരഞ്ഞതും ദശു വേഗം അവളെ എടുത്ത് തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. എത്ര മുറുക്കി പിടിക്കാവോ അത്രയും ടൈറ്റ് ഹഗ്. കരയുന്നവളെ കാണി ദശിൽ ദേഷ്യം ആളിക്കത്തി. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവളുടെ മൂർധാവിൽ ചുംബിച്ചു. ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. അവളെ നോക്കിയായതും പതിയെ മുഖമുയർത്തി. അച്ചു അവനെ നോക്കി. കണ്ണൊക്കെ ചുവന്ന് ഒരു രാക്ഷസ ഭാവത്തോടെ ഇരിക്കുന്നവനെ കാണാൻ ഒരു ഭയം തോന്നിയെങ്കിലും ഡോക്ടർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൾ ഒന്നുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് പുലമ്പി. ദക്ഷേട്ട, നമ്മുടെ കുഞ്ഞ് ഒന്നും അറിയാൻ പോലും സമ്മതിച്ചില്ലല്ലോ. ഓരോന്ന് എണ്ണി എണ്ണി പറയുന്നവളെ കാണാൻ ദക്ഷനും സങ്കടം പൊട്ടി. അവളെ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി. അവന്റെ അലർച്ചയിൽ അവളൊന്ന് കിടുങ്ങിയെങ്കിലും അവനൊന്നുകൂടെ മുറുക്കി പിടിച്ചു. അലോക് നേരെ കിച്ചുവിന്റെ അടുത്തേക്കാണ് നടന്നത്. കണ്ണുകൾ തുറന്ന് ഇങ്ങോട്ടോ നോക്കി നിൽക്കുന്ന തന്റെ ഭാര്യയെ കണ്ടത് അലോക് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. തലയിൽ എന്തോ തണുപ്പറഞ്ഞ കിച്ചു കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിയതും തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അലോകിനെ കണ്ടു. വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അലോകിനെ ആഞ്ഞു പുണർന്നു. ഏട്ടാ, എന്റെ മോള്. ഒന്നുമില്ലടാ, ഷി വിൽ ബി ഫൈൻ. അവനുണ്ട് കൂടെ. എന്നാൽ എന്റെ മോൾ എങ്ങനെ സഹിക്കും? ഒന്നും അറിയാതെ അവൾ ചവിട്ടി അരിച്ചു കളഞ്ഞില്ലേ? ഒന്നിനും വിടരുതേട്ടാ, എന്റെ മുന്നിലിട്ട് അവള്. നമ്മുടെ മക്കളെ ഉപദ്രവിച്ചല്ലേ, അവൻ തന്നെ നോക്കിക്കോളും. എനിക്കിനി ഇങ്ങനൊരു അനിയത്തെയും മകളെയും വേണ്ട. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അലോക് പറഞ്ഞു. തന്റെ നെഞ്ചിലിട്ട് വളർത്തിയവളാ. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അലോക് പറഞ്ഞു. തന്റെ നെഞ്ചിലിട്ട് വളർത്തിയവളാണ് നീ പരാക്രമം മൊത്തം കാണിച്ചത്. വേണ്ട,